ഭാരം കൂടിയതിന് കാരണക്കാരി ഫോഗട്ട് തന്നെ. സത്യം തുറന്നു പറഞ്ഞ പി.ടി. ഉഷ. തൂക്കക്കൂടുതൽ കാരണം വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സ് റെസ്ലിംഗ് മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടതിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ മെഡിക്കൽ സംഘത്തിനെതിരായ വിമർശനങ്ങളിൽ അപലപിച്ച് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി.ടി. ഉഷ. വിനേഷ് ഫോഗട്ടിൻ്റെ ഭാരം കൂടിയത് IOA മെഡിക്കൽ സംഘത്തിൻ്റെ പിഴവല്ലെന്ന് പി.ടി. ഉഷ പ്രതികരിച്ചു. വസ്തുതകൾ അറിഞ്ഞിട്ട് വേണം വിമർശിക്കാൻ എന്നാണ് വിവാദത്തോടുള്ള പി.ടി. ഉഷയുടെ പ്രതികരണം. ഗുസ്തിയിൽ ഭാരം നിയന്ത്രിക്കേണ്ടത് താരത്തിൻ്റെയും പരിശീലകരുടെയും ചുമതലയാണ്. സ്വന്തം സപ്പോർട്ട് സ്റ്റാഫിനൊപ്പമാണ് ഗുസ്തി താരങ്ങൾ എത്തിയത്. 2 മാസം മുൻപ് മാത്രമാണ് IOA മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചതെന്നും പി.ടി. ഉഷ കൂട്ടിച്ചേർത്തു. നിശ്ചിത ശരീരഭാരത്തേക്കാൾ 100 ഗ്രാം കൂടിയെന്ന കാരണത്തിലാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യതയാക്കപ്പെട്ടത്. വിനേഷ് ഫോഗട്ടിന് മെഡിക്കൽ നഷ്ടമാകുമെന്ന വാർത്തയ്ക്ക് പിന്നാലെ വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയകളിൽ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെട്ടത്. ഇന്ത്യൻ ഗുസ്തി ടീമിനൊപ്പമുള്ള കോച്ചും മറ്റ് കോച്ചിംഗ് സ്റ്റാഫുകളും വിനേഷ് ഫോഗട്ടിൻ്റെ ഭാരം മത്സര വിഭാഗത്തിനനുസരിച്ച് നിലനിർത്താൻ എന്തു ചെയ്തുവെന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. ദേശീയ ഗുസ്തി ഫെഡറേഷനും ബ്രിജ്ഭൂഷണെയും തെരുവിൽ വെല്ലുവിളിച്ചതിന് പ്രതികാരമായി മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാണ് ഈ തൂക്കക്കൂടുതലെന്ന് വരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷക്കാരും കോൺഗ്രസുമൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത്. SFIക്കാർ ക്യാമ്പസുകളിൽ നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുക വരെ ചെയ്തു. സുഡാപ്പികൾ ഈ വാർത്തയും ഫോട്ടോയും ഷെയർ ചെയ്ത് വിദ്വേഷത്തിൻ്റെ തീ പടർത്തി അർമാദിക്കുന്നു. ഫോഗട്ടിൻ്റെ തൂക്കം പരിശോധിച്ച വെയ്റ്റിംഗ് മെഷീനിൽ നരേന്ദ്രമോദി ചവിട്ടിത്താത്തുന്ന തരത്തിലുള്ള കാർട്ടൂണുകൾ വരെ പുറത്തിറങ്ങി. അത് പ്രചരിപ്പിച്ച് മോദി വിരുദ്ധ സുഡാപ്പി കമ്മികൾ ആഘോഷിച്ചു. പി.ടി. ഉഷ ഫോഗട്ടിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന ഫോട്ടോകൾക്ക് വരെ വിമർശനമുണ്ടായി. ഹൃദയത്തിൽ നിന്നുള്ള തലോടലല്ല അതെന്നായിരുന്നു മലയാളത്തിലെ ഒരു ഇടതുപക്ഷ സഹയാത്രികയായ എഴുത്തുകാരിയുടെ കണ്ടെത്തൽ. ഏതായാലും പി.ടി. ഉഷ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഫോഗട്ടിൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ് മെഡൽ നഷ്ടപ്പെടാനിടയാക്കിയത്. അതിന് മോദിയുടെയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെയും ഒന്നും മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. നാടൻ സ്വാദിനു വേണം തനിനാടൻ വെളിച്ചെണ്ണ. നാളികേരത്തിന്റെ നന്മ തിരിച്ചറിയാം സദൻസിലൂടെ. സ്വന്തം മില്ലിൽ നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ. 80 വർഷത്തെ പാരമ്പര്യം, 3 തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ ആർകെ, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.